പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് സ്കോറും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും നിലവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. അത് ഈ മാസം 15/7/2024 ശേഷമേ ഉണ്ടാകൂ എന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് LBS അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളാണ്. LBSൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവസാനത്തെ സീറ്റ് വരെ അർഹരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് വരെ അലോട്ട്മെൻറ്റുകൾ നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ 2-3 അലോട്ട്മെൻറ്റുകൾ കൊണ്ട് അവസാനിക്കുന്നതല്ല ഇതിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ്. കഴിഞ്ഞ വർഷം 15ഓളം അലോട്ട്മെൻറ്റുകൾ നടത്തിയിരുന്നു. ഇങ്ങനെ കൂടുതൽ അലോട്ട്മെൻറ്റുകൾ വരുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ തവണ 12-13 തവണ ഓപ്ഷൻ നൽകാനുള്ള അവസരം നൽകിയിരുന്നു. കൃത്യസമയത്ത് കൃത്യ ഡേറ്റിൽ അങ്ങനെ ഓപ്ഷൻ നൽകുന്നവരെ മാത്രം പരിഗണിച്ചാണ് അലോട്ട്മെൻറ്റുകൾ നടത്തപ്പെടുക. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യണം. അതുപോലെ പെട്ടെന്ന് നോട്ടിഫൈ ചെയ്ത് വരുന്ന ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ ആയതുകൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ഇങ്ങനെ വരുന്ന ഓരോ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മാക്സിമം അപ്ഡേഷനും ഡീറ്റെയിൽസുകളും എല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. ഒരുപാട് ഘട്ടങ്ങളിലായി ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റുകളും വരാൻ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ആദ്യമേ തന്നെ എല്ലാ കോളേജുകളും എല്ലാ കോഴ്സുകളിലേക്കും ഓപ്ഷൻ നൽകാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകാറില്ല. കാരണം ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അപ്രൂവൽ നൽകുന്ന കോളേജിൻ്റെ ലിസ്റ്റ് പല ഘട്ടങ്ങളിലായിട്ടാണ് വെബ്സൈറ്റിൽ വരാറുള്ളത്. അങ്ങനെ അപ്രൂവലായിട്ട് വരുന്ന കോളേജുകളിലേക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ആദ്യഘട്ടങ്ങളിൽ ഓപ്ഷൻ നൽകാൻ അവസരം ലഭിക്കുക. ഇങ്ങനെ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് പല ഘട്ടങ്ങളിലായി പല തവണകളായിട്ടാണ് വെബ്സൈറ്റിൽ വരിക. അങ്ങനെ ഓരോ ഘട്ടത്തിലും പുതിയ കോളേജുകൾ വരുമ്പോൾ അതിലേക്കെല്ലാം വിദ്യാർത്ഥികൾ പുതിയ ഓപ്ഷനുകൾ നൽകേണ്ടി വരുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജുകൾ ഓപ്ഷൻ നൽകാനുള്ള ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ അത് മനസ്സിലാക്കി കൃത്യമായിട്ട് ഓപ്ഷൻ നൽകുക എന്നുള്ളത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് മെഡിക്കൽ അഡ്മിഷൻ, അതുപോലെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ, അതുപോലെ തന്നെ CUET അഡ്മിഷൻ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്കൊക്കെ ചിലപ്പോൾ അലോട്ട്മെൻറ്റ് വന്ന് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ മാറി ജോയിൻ ചെയ്യാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അങ്ങനെ വരുമ്പോൾ പല കോളേജുകളിലും വേക്കൻസി വരുന്നതാണ്. അത്തരം വേക്കൻസികളിലേക്കും വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ കൃത്യമായിട്ട് ഓപ്ഷൻ നൽകുന്നവരെയായിരിക്കും. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളും ഏതൊക്കെ രീതിയിലാണ് ഉള്ളത് എന്ന കാര്യം മനസ്സിലാക്കാം. ആദ്യം നിങ്ങൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ച് ഫസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷനിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. പുതിയ ഓപ്ഷൻ നൽകാം, പഴയത് ഡിലീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ സ്ഥാനവും മാറ്റാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നീട് അതിനുള്ള ആ ഒരു അവസരം അവസാനിച്ചാൽ പിന്നീട് 3 അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്. ആ ഒരു അലോട്ട്മെൻറ്റ് സമയത്തിനിടയ്ക്ക് നിങ്ങൾക്ക് പുതിയ ഓപ്ഷനൊന്നും നൽകാനുള്ള അവസരം ലഭിക്കുന്നതല്ല. നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനിൽ ആവശ്യമില്ലാത്തവ ഉണ്ട് എങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ അലോട്ട്മെൻറ്റുകൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ലഭിച്ച സീറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. ടോക്കൺ ഫീ എത്രയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ചാനലിൽ നിലവിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജിൽ ഒരു 23,000 രൂപ, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ 25,000 രൂപയുമാണ് വരിക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ ആ വിദ്യാർത്ഥികളെ സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചു ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്താത്ത വിദ്യാർത്ഥിയെ തേർഡ് അലോട്ട്മെൻറ്റിലേക്കും പരിഗണിക്കുന്നതല്ല. തേർഡ് അലോട്ട്മെൻറ്റ് സമയത്താണ് സാധാരണ കോളേജ് ജോയിനിങ് ഉണ്ടാവുക. നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫീ പേയ്മെൻറ്റ് നടത്തിയാണ് കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടത്. ആദ്യ 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളാണ്. കഴിഞ്ഞ വർഷം 12-13 സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് പുതിയ ഓപ്ഷൻ നൽകേണ്ടതാണ്. നിങ്ങൾ മുൻപ് നൽകിയിട്ടുള്ള ഓപ്ഷനുകളൊന്നും നിലനിൽക്കുന്നതല്ല. ആദ്യ അലോട്ട്മെൻറ്റുകളിൽ ലഭിച്ച് ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ അതുവരെ അലോട്ട്മെൻറ്റുകളൊന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും കൂടാതെ അതിനകം LBS വഴി ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും ചില നിബന്ധനകൾക്ക് വിധേയമായി സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള മറ്റു കോളേജിലേക്ക് ലഭിക്കാനോ ഗവൺമെൻറ്റിലേക്ക് ലഭിക്കാനോ ഒക്കെയാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ അവർ അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്ന് ലഭിക്കുന്ന ഒരു NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്
അതായത് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് മറ്റേതെങ്കിലും കോളേജിലേക്ക് പുതിയൊരു അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഫീസും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സും എല്ലാം തിരികെ തരും എന്നതിനുള്ളൊരു സമ്മതപത്രമാണ് ഈ ഒരു NOC. അങ്ങനെ ഒരു NOC കോളേജിൽ നിന്ന് എഴുതി വാങ്ങി ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നതാണ്. അങ്ങനെ അഡ്മിഷൻ എടുത്തവരിൽ നിന്ന് NOC അപ്ലോഡ് ചെയ്യുന്നവരെ മാത്രമേ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കൂ. ഇവിടെ വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ള ഒരു പ്രതിസന്ധി, ചില കോളേജുകൾ NOC നൽകാറില്ല, അവർ NOC തരില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അഡ്മിഷൻ സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചു ഉറപ്പ് വരുത്തി മനസ്സിലാക്കുന്നത് നല്ലതാണ്. NOC നൽകണം എന്നുള്ളത് കോളേജുകാർക്ക് നിർബന്ധമുള്ള കാര്യമല്ല, അങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമമുള്ളത്. കഴിഞ്ഞ വർഷം അഡ്മിഷൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് പുതിയ 5 ഗവൺമെൻറ് കോളേജുകളും, നഴ്സിംഗിന് പുതിയ 5 ഗവൺമെൻറ് കോളേജുകളും അതുപോലെ തന്നെ 6 സെൽഫ് ഫിനാൻസ് കോളേജുകളും പുതിയതായിട്ട് വന്നത്. ഈ വർഷവും അങ്ങനെ അത്തരം പുതിയ കോളേജുകളും അതുപോലെ തന്നെ നിലവിലുള്ള കോളേജുകൾ അപ്രൂവ്ഡ് ലിസ്റ്റിൽ വന്ന് അതിലേക്കെല്ലാം ഓപ്ഷൻ നൽകാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് പല ഘട്ടങ്ങളിലായിട്ടാണ് ലഭിക്കുക. ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പരമാവധി ശ്രദ്ധ നൽകേണ്ടതാണ്. പരമാവധി സാധ്യമാകുന്ന അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.